ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള കുട്ടനല്ലൂർ ഈ പുതിയതായിട്ട് റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തൃശ്ശൂരത്തെ മാളായ ഹൈലൈറ്റ് മാളിലെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലോട്ട് പോയാലോ. ആദ്യം തന്നെ നമുക്ക് എൻട്രൻസിൽ തന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ആണ് അവർ വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പുറത്തുനിന്ന് കാണാനുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇത് 5 നിലയാണ് ഇതുള്ളത്. പക്ഷേ ഇതിലത്തെ ഷോപ്പുകളൊക്കെ കുറേശ്ശെയായിട്ട് ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉള്ളൂ. താഴത്തെ ഫ്ലോറിൽ 1-2 ഒക്കെയാണ് കേട്ടോ ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഷോപ്പുകളിലൊക്കെ അവരൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് താഴത്തെ ഫ്ലോറിൽ ഓപ്പൺ ആയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ച് എസ്കലേറ്ററിൽ കയറാൻ പോയതാണ്. അപ്പോൾ ചേച്ചിക്ക് നല്ല പേടി എസ്കലേറ്ററിൽ കയറാനായിട്ട്. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ലിഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് കേട്ടോ. അപ്പോൾ ലിഫ്റ്റിലാകുമ്പോൾ പിന്നെ ടെൻഷനൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ഷോപ്പുകളിൽ നിന്ന് തുറന്നിട്ടുള്ളതെന്ന് കണ്ടാലോ. അങ്ങനെ നമ്മൾ നേരെ എത്തിപ്പെട്ടിട്ടുള്ളത് എല്ലാവരും കാത്തിരുന്ന ലുലുവിൻ്റെ ഡെയിലി ഫ്രഷ് സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. കണ്ണെത്താ ദൂരം വരെ ശരിക്കും ആ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറി എന്താണെന്ന് അറിയാൻ നമുക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ കാണുന്നത് മുഴുവൻ ആ അറ്റം വരെ ലുലുവിൻ്റെ ഡെയിലി ഫ്രഷ് സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. നമുക്ക് ഉള്ളിലോട്ട് പോയാലോ. ഉള്ളിൽ തന്നെ ആദ്യം തന്നെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് വെജിറ്റബിൾസും എന്താ പറയുക, നല്ല അടിപൊളി ബർഫികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പേസ്ട്രീസൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, നമ്മൾ കാണാത്ത ടൈപ്പിലുണ്ട്. പിന്നെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ടുള്ള നല്ല നല്ല കേക്കുകളിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കേക്കൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ 1 kg കേക്കുകളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ക്രിസ്മസൊക്കെ ന്യൂ ഇയറൊക്കെ അനുബന്ധിച്ച് എന്തൊക്കെയോ കുറേ ഓഫേഴ്സുകളൊക്കെ ഇവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഈന്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, അത് ഏത് രാജ്യത്തു നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് വരെ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ടേസ്റ്റ് നോക്കാൻ അവർ സമ്മതിക്കില്ല എന്ന് അവർ വ്യക്തമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴങ്ങളാണ് കേട്ടോ. നമുക്ക് ഏതാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഫിഷുകളും ഇവിടെ അവൈലബിൾ ആണ്. അത് അവർ ക്ലീൻ ചെയ്തും തരും കേട്ടോ. അതുമാത്രമല്ല നമുക്ക് നെസ്റ്റോലൊക്കെ പോലെ തന്നെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കും. അത് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഏരിയയാണ് കേട്ടോ. ഇവിടെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ ഏരിയയും നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് ലൊട്ടിലൊടുക്ക് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് അടുത്ത ഫ്ലോറിലോട്ടാണ് കേട്ടോ. അപ്പോഴേക്കും തിരക്കൊക്കെ ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ സമയം 1 മണി കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയാണ് കടകൾ ഓപ്പൺ ആയിട്ടുള്ളതെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഫ്ലോറിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഓപ്പൺ ആവാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. ബാറ്റയുടെ ഷോറൂമുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസിൻ്റെയും ഷോറൂമുകൾ ഇവിടെ ഓപ്പൺ ആവാൻ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ മാക്സിലോട്ട് പോയി. മാക്സിൻ്റെ ഷോറൂം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വിലയുണ്ട്. ഓഫറുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ട്വിൻ ബേർഡ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിൽ കുറച്ച് നേരം വിരകി നിന്നിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വന്നത് ഫുഡ് മോളിലോട്ടാണ്. ഈ ഇത്രയും സ്പേസിലാണ് കേട്ടോ ഫുഡ് മോൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് ഇത് ലുലു മോൾ എറണാകുളത്താണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ ഷോപ്പുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ബർഗർ കിങ് ഓപ്പൺ ആയിട്ടുണ്ട്, KFC ഓപ്പൺ ആയിട്ടുണ്ട്, അതുപോലെ പിസ്സ ഹട്ട് ആണോ അങ്ങനെ എന്തോ ഓപ്പൺ ആയിട്ടുണ്ട്. വിശപ്പ് കാരണം കൊണ്ട് വേറെ ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ ബർഗർ കിങ്ങിൽ നിന്ന് 2 വെജിറ്റബിൾ ബർഗർ നമ്മൾ 79 കേട്ടോ. ഇപ്പോഴത്തെ ഓഫറാണ്. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ സെൽഫ് പേയ്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ ഫലൂദ നേഷൻ വന്നിട്ടുണ്ട്. പിന്നെ അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം ഷോപ്പുകൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയും ഷോപ്പുകളുടെ ഫുഡിൻ്റെ ഷോപ്പുകൾ ഓപ്പൺ ആവാൻ കിടക്കുന്നുണ്ട്. വെജിറ്റേറിയൻകാർക്കും നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ ചായയും ചെറിയ കടിയൊക്കെ കടിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ടീ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഷോപ്പും കൂടി നമ്മുടെ ഈ ഹൈലൈറ്റ് മാളിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതധികം പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. പിന്നെ നമ്മൾ ബർഗർ വാങ്ങിച്ച് പോരുമ്പോഴാണ് നമ്മൾ ഈ ഷോപ്പ് കണ്ടത് കേട്ടോ. അപ്പോൾ ചെറിയ സ്നാക്സും കടിയും ചായയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതിനെ പറ്റിയ ഓപ്ഷനാണ് ഇത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ
നമ്മൾ നേരെ കാണുന്നത് ഹൈവേ ആണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന കുട്ടനെല്ലൂർ തൃശ്ശൂർ റോഡാണ് നമ്മൾ കാണുക. മൊത്തത്തിൽ നമുക്ക് രാത്രിയിൽ വരുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു ആംബിയൻസ് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ശരിക്കും നല്ലൊരു വൈബ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് കൂടുതലും കോളേജ് പിള്ളേരുകളാണ്. ഇനി നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യണ ഫ്ലോർ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി, എവിടെ പാർക്ക് ചെയ്തതെന്ന് ഞങ്ങൾ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.